പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യമുണ്ട്. ഒരേ സമയം സ്ഥൂലവും സൂക്ഷ്മവുമാണത് എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണിത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ. ഓരോ പ്രദക്ഷിണങ്ങളും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തന്നെയാണ്. പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളിലും നിറയുന്നത് ഒരു ദ്വാപര ദേവസംഗീതം തന്നെയാണ്. കൃഷ്ണ സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ എന്റെ വനമാലിയായ കൃഷ്ണ. ഭഗവാനിലേക്കുള്ള ഓരോ യാത്രകളും ഒരു തുടർച്ച തന്നെയാണ്. ജന്മങ്ങൾക്കപ്പുറത്തു നിന്ന് തുടങ്ങിവെച്ച ഒരു യാത്രയുടെ തുടർച്ച പോലെ. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രമുറ്റത്ത് പാദം സ്പർശിക്കുമ്പോൾ തന്നെ ദ്വാപരയുഗങ്ങൾക്കപ്പുറത്തു നിന്ന് ഒരു മുരളീഗാനമുതിരുന്നതും ഹൃദയം ഒരു യമുനയായി ഒഴുകുന്നതും. രാമകൃഷ്ണ എന്റെ ശ്രീവത്സധാരി കൃഷ്ണ കണ്ട ഗോപകൃഷ്ണ എന്റെ കണ്ണീർ തുടച്ച കൃഷ്ണ കായാമ്പുവർണ്ണനാം രാജീവലോചന കല്യാണചാരു കൃഷ്ണ. ശ്രീകോവിലിനുള്ളിലിരുന്ന് ഭഗവാൻ പുഞ്ചിരി തൂകുകയാണ്. ഭഗവാനെ, ഈ പുഞ്ചിരിയിലുണ്ട് സർവ്വതും. അനാദിയായ കാലത്തിൻ്റെ തിരശീലയിൽ ഈ ജന്മം ഇവിടെ നിന്നെ ഭജിക്കുമ്പോൾ അതാത് കാലഘട്ടത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ ഓരോ ദേശത്തിനും ഓരോ ക്ഷേത്രമുണ്ടാകും. അത് ആ ദേശവാസികളുടെ ജീവിതത്തിലും സ്വപ്നങ്ങളിലും ഭഗവത് ചൈതന്യം നിറയ്ക്കും. അതിനായി ഭഗവാൻ തന്നെയാണല്ലോ ഓരോ ക്ഷേത്രവും ഉണ്ടാകാനുള്ള കാരണവുമാകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്താണ് പുലിയൂർക്കോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ചെമ്പഴന്തി രാജാവെന്നറിയപ്പെടുന്ന നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രചരിത്രം. ആ കാലഘട്ടത്തിൽ അതിമനോഹരമായിരുന്ന വനപ്രദേശമായിരുന്നു ഇവിടം. താമരപ്പൊയ്കകളും കാട്ടുവള്ളികളെ ചുംബിച്ചൊഴുകുന്ന തെളിനീരുറവകളും സുഗന്ധവാഹികളായ മഹാവൃക്ഷങ്ങളും നിറഞ്ഞ സുന്ദരവനം. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അന്ന് ചെമ്പഴന്തി രാജാവിൻ്റെ അധീനതയിലായിരുന്നു. ഒരു ദിവസം രാജാവും നാട്ടുപ്രമാണിമാരും പടനായകന്മാരുമായി സ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിരുന്ന് ലഘുഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സമയം ഒരു വൃക്ഷത്തിനു മുകളിൽ നിന്നും സർവചരാചരങ്ങളെയും ആനന്ദത്തിലാറാടിക്കുന്ന ഭഗവാന്റെ മുരളീഗാനം ഒഴുകിയിറങ്ങി. മോക്ഷദായകമായ ആ സംഗീതം രാജാവിനെയും പരിവാരങ്ങളെയും സ്വാസ്ഥ്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ജ്യോതിശാസ്ത്ര വിധിപ്രകാരം ഭഗവാന്റെ ദിവ്യ ചൈതന്യം ഈ ഭൂമിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന രാജാവ് ശില്പികളെ വരുത്തി സ്ഥലനിർണയം നടത്തി ക്ഷേത്രനിർമ്മാണം തുടങ്ങുകയും ചെയ്തു. അന്ന് ഏകദേശം 4 വർഷങ്ങൾ കൊണ്ടാണ് ക്ഷേത്രം പൂർത്തിയായത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു. തുടർന്ന് വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ തുടങ്ങിവയ്ക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം
രാജാവ് നാട് നീങ്ങിയപ്പോൾ ഇളമുറ നമ്പൂതിരിമാർ ഭരണം തുടരവേ ശ്രീകാര്യത്തു മഠം പോറ്റിമാർക്ക് ക്ഷേത്രത്തിന്റെ അനന്തരാവകാശം കൈവന്നു ചേരുകയായിരുന്നു. ശ്രീകാര്യത്ത് പോറ്റിമാർ ക്ഷേത്രഭരണം ഏറ്റെടുക്കുന്നത് ഏകദേശം 1100 വർഷങ്ങൾക്ക് മുൻപാണ്. ഇതിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം 1000 വർഷങ്ങൾക്കപ്പുറമാണെന്ന നിഗമനത്തിലെത്താവുന്നതുമാണ്. കാലക്രമത്തിൽ പല ചരിത്രരേഖകളിൽ നിന്നും ചെമ്പഴന്തി രാജാവിന്റെ പൂർവ്വചരിത്രം തെരഞ്ഞുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് സത്യം. ഒരുപക്ഷെ സർവ്വതിനെയും മുൻകൂട്ടി അറിയുന്ന ഭഗവാന്റെ മായാലീലകളിലെ ഒരു കഥാപാത്രം മാത്രമായിരിക്കാം ചെമ്പഴന്തി രാജാവ്. ഈ വിശ്വനാടകത്തിലെ ആകാശത്തിലും ജലത്തിലും ഭൂമിയിലും അഗ്നിയിലും വായുവിലും എന്നു വേണ്ട ഓരോ തന്മാത്രകളുടെ പോലും ജീവതാളങ്ങളിൽ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്നു ഭഗവത് ചൈതന്യം. ഈ ചൈതന്യം എവിടെ, ഏത് കാലത്ത്, എങ്ങനെ അനുഭവിപ്പിക്കണമെന്നതും ഭഗവാന്റെ തീരുമാനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ദേശവാസികളുടെ പൂർവ്വജന്മങ്ങളുടെ പുണ്യം തന്നെയാണ് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ ഭഗവത് ചൈതന്യത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്നതും. യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രാമീണ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ക്ഷേത്രപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബലിക്കൽ പുര കഴിഞ്ഞ് നമസ്കാര മണ്ഡപത്തിനടുത്തു നിന്നാൽ ക്ഷേത്രത്തിന്റെ അതിമനോഹരമായ ശ്രീകോവിൽ കാണാം. ക്ഷേത്രത്തിന്റെ അകം കാഴ്ചകളും പുറം കാഴ്ചകളുമൊക്കെ പൗരാണിക കാലം മുതൽക്കേയുള്ള ക്ഷേത്രത്തിന്റെ പഴയ രൂപഭംഗി ഓർമ്മപ്പെടുത്തുന്നു. വിശാലമായ കുളമാണ് പുലിയൂർക്കോട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അമൂല്യമായ ഒരു നിധി പോലെ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും കുളത്തെ സംരക്ഷിച്ചു പോരുന്നത്. ആലും കുളവും ക്ഷേത്രവും ഒക്കെ തന്നെയാണ് ഓരോ ഗ്രാമത്തിൻ്റെയും ചരിത്രത്തിനെയും സംസ്കാരത്തിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത്. എത്രയെത്ര തലമുറകളാണ് ഈ ക്ഷേത്രമുറ്റത്തു നിന്നും ആത്മബോധങ്ങളിലേക്ക് അതിജീവന മന്ത്രം നിറച്ച് നിരവധി ദേശങ്ങളിലേക്ക് ചേക്കേറിയത്. തങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ തിരുമുൻപിൽ ഓർമ്മകളുടെ ഉത്സവകാലങ്ങളിൽ അവരൊത്തുചേരുന്നു. അപ്പോഴൊക്കെ അവരുടെ ആത്മാവ് മന്ത്രിക്കുന്നതും തങ്ങളെ ശരിയായ പാതയിലൂടെ നയിച്ച് ജീവിത വിജയങ്ങളിലേക്ക് എത്തിച്ച ഗ്രാമദൈവത്തിനെക്കുറിച്ചും ക്ഷേത്ര സംസ്കാരം അവർക്ക് സമ്മാനിച്ച ആത്മീയ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ചൈതന്യവത്തായ ജീവിതത്തെക്കുറിച്ചുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഗ്രാമത്തിനും ഓരോ ക്ഷേത്രം എന്ന സങ്കല്പം പരമ്പരാഗത കാലം മുതൽക്കേ നിലനിൽക്കുന്നത്. പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാമധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനീം. ഒരു ജന്മപുണ്യം പോലെ പരമ്പരാഗതമായി തങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ആത്മീയ സംസ്കാരം നിലനിർത്തുവാനും നിരന്തരം ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുവാനും വേണ്ടി നിരവധി വിശേഷ ദിനങ്ങളാണ് പുലിയൂർക്കോട് ക്ഷേത്രത്തിനുള്ളത്. അവയിൽ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങളാണ് അഷ്ടമിരോഹിണി, നവരാത്രി പൂജ സപ്താഹം, വൃശ്ചിക വിളക്ക്, മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെയുള്ള പ്രത്യേക പൂജകൾ, കൂടാതെ രാമനവമി, കുചേല ജയന്തി, സ്വർഗവാതിൽ ഏകാദശി, അഖണ്ഡ നാമജപം എന്നീ വിശേഷ ദിനങ്ങളിൽ പങ്കുചേരാനും ഭഗവാന്റെ ദർശന സൗഭാഗ്യം നേടുവാനും ഈ ദേശവാസികളും മറ്റ് ദേശവാസികളും അടക്കം അനവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശ്രീകോവിലിനുള്ളിലെ സുന്ദരരൂപനായ ഭഗവാൻ തൊഴുകൈകളുമായി നിൽക്കുന്ന ഓരോ ഭക്തമാനസങ്ങളിലും ഓരോരോ രൂപത്തിലാണ് അവതരിക്കുന്നത്. ചിലരുടെ മനസ്സിൽ ഗുരുവായി, മറ്റു ചിലർക്ക് സുഹൃത്തായി, വഴികാട്ടിയായി മാറുന്നു ഭഗവാൻ. അങ്ങനെ
നവഭാവങ്ങളിൽ ഭഗവാൻ നിറയുമ്പോൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന പോലെ സ്വയം മീരയായും രാധയായും പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നത് അനേകം പേരാണ്. അങ്ങനെ രാഗസ്വരൂപനായ ഭഗവാന്റെ ചരിതം അറിയുന്നതിലും പറയുന്നതിലും ആനന്ദം അനുഭവിച്ചറിയുന്ന ആത്മാവുകളിൽ ഭഗവാൻ നിരന്തരം നിറഞ്ഞു നിൽക്കുന്നു. പ്രദക്ഷിണ വഴികൾ ആനന്ദോത്സവങ്ങളാക്കി ഭജനാർച്ചനകൾ തുടങ്ങി. ഒരു ചെറുകാറ്റിലും മഴയിലും വെയിലിലും നിലാവിലും മഞ്ഞിലും നിറങ്ങളിലുമൊക്കെ ഭഗവാനെ നിരന്തരം അനുഭവിച്ചറിഞ്ഞ് നിഗൂഢമായ ആനന്ദമനുഭവിച്ച് ജീവിക്കുന്ന എത്രയെത്ര കൃഷ്ണഭക്തകളെയാണ് നാം നിരന്തരം കാണുന്നത്. അത്രമേൽ മനോഹരവും അനിർവചനീയവുമാണ് ഭഗവാൻ യഥാർത്ഥ ഭക്തഹൃദയങ്ങളിൽ തൻ്റെ ദർശന പുണ്യം നൽകുന്നത്. ഭഗവാനെ, യുഗങ്ങൾ മാറി മറിയുമ്പോൾ ഇനിയും വരുന്ന ദ്വാപരയുഗത്തിൽ തന്നെ ഒരു പുൽക്കൊടിത്തുമ്പിൻ്റെ ജന്മമെങ്കിലും നീ എനിക്ക് തിരിച്ചു നൽകണമേ. ഞാൻ ഒഴുകുകയാണ് നിന്നിലേക്ക് തന്നെ യുഗാന്തരങ്ങളായി, നിന്റെ മുരളീനാദം പോലെ.